ഇത് എൻ്റെ അമ്മ, അതായത് എൻ്റെ ഭർത്താവിൻ്റെ അമ്മയുടെ റെസിപ്പിയാണിത്. അവിടെ വെച്ചാണ് ഞാനിത് ആദ്യമായിട്ട് കഴിക്കുന്നത്. അപ്പോൾ അത് ചെയ്തപ്പോൾ നല്ല രുചിയായിട്ട് തോന്നി. അവിടെ ഇങ്ങനെ പച്ചമീനൊന്നും കിട്ടാൻ വളരെ പ്രയാസമാണ്. അപ്പോൾ ഉണക്കച്ചെമ്മീൻ എപ്പോഴും വീട്ടിൽ കാണും. അത് ഇങ്ങനെ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതാണ് ഞാനിപ്പോൾ ഇതൊന്ന് ചെയ്ത് കാണിക്കുന്നത്. അമ്മയുടെ വേറൊരു റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അതായത് ഉണക്ക ചെമ്മീൻ തോരൻ. അപ്പോൾ അതിന് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് ഞാൻ ഇപ്പോൾ ഉണക്ക ചെമ്മീൻ 1 കപ്പ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയത് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 2-3 കഷ്ണം കുടംപുളി, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂണ്, ഉപ്പ്, പിന്നെ 1/2 കപ്പ് തേങ്ങ. ഇത് ഇത്രയും ഇതിട്ടാണ് നമ്മളതിനെ വേവിക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതിനെ നമ്മൾ തോരനാക്കാനായിട്ട് നമുക്ക് വെളിച്ചെണ്ണ വേണം. പിന്നെ ഇതെല്ലാം കൂടെ ചതച്ച് ആഡ് ചെയ്യണം. അതായത് ചുവന്നുള്ളി, വെളുത്തുള്ളി, കറിവേപ്പില, പിന്നെ മുളക് ക്രഷ് ചെയ്തത്. അപ്പോൾ അതിന് ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് നമുക്കൊരു കലം എടുത്തിട്ട് അതിനകത്തോട്ട് നമുക്ക് ആ ഉണക്ക ചെമ്മീൻ നമ്മൾ അതിനകത്തോട്ട് ആഡ് ചെയ്തു. അത് കഴിഞ്ഞ് അതിനകത്തോട്ട് തേങ്ങ, ഇതെല്ലാം കൂടെ തേങ്ങ നമ്മൾ ഒതുക്കുകയൊന്നും വേണ്ട. അമ്മ പറയുന്നത് ഇങ്ങനെ തന്നെ ഇട്ടാൽ മതി, കുഴപ്പമൊന്നുമില്ല. പിന്നെ കുടംപുളി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നമുക്ക് ഒന്ന് വേവിച്ച് വെക്കണം. കുറച്ച് വെള്ളം കൂടെ ഒഴിക്കണം. അതായത് ചെമ്മീൻ വേവാൻ ആവശ്യത്തിന് ഏകദേശം ഒരു 1/2 കപ്പോളം വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമ്മൾ കണ്ടോ അതിനകത്ത് മിക്സ് ചെയ്യുന്നത് കണ്ടോ, നന്നായിട്ട് മിക്സ് ചെയ്ത്. കറിവേപ്പില നമ്മളിപ്പോൾ ചേർക്കുന്നില്ല, ലാസ്റ്റ് ഒലത്തുമ്പോൾ നമുക്ക് ചേർക്കാം. ഇതിന് നമുക്ക് അടുപ്പത്ത് വെച്ചിട്ട് അതിനെ ഒന്ന് വേവിച്ച് എടുക്കാം. ഇപ്പം നമ്മുടെ ഉണക്ക ചെമ്മീൻ വേവിക്കാനായിട്ട് നമ്മൾ നേരത്തെ ചട്ടിയിൽ പരട്ടി വെച്ച ഉണക്ക ചെമ്മീൻ വേവിക്കാനായിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഒരു 2-3 മിനിറ്റ്സ് കൊണ്ട് വെന്ത് കിട്ടും. എന്നിട്ട് നമുക്കതിനെ തോരനാക്കി എടുക്കാം. ഇപ്പം നമ്മുടെ ചെമ്മീൻ തോരനുള്ള ചെമ്മീനും തേങ്ങയും എല്ലാം വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഒലത്തുന്നത് കാണാം. ഇതാ ചെമ്മീൻ, ഉണക്ക ചെമ്മീൻ തോരനായിട്ട് ഇവിടെ അമ്മിക്കല്ലയിൽ ചുവന്നുള്ളിയും വെളുത്തുള്ളിയും ആദ്യം നന്നായിട്ട് ചതച്ചെടുക്കണം. ഇതൊക്കെ തനി നാടൻ രീതികളാണ്. അപ്പോൾ ഇപ്പോഴത്തെ ജനറേഷന് ഇതൊന്നും ചിലവർക്കൊന്നും അറിയത്തില്ല. അപ്പോൾ എല്ലാവരുടെ വീട്ടിലും അമ്മിക്കല്ല് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ നമുക്ക് ചെറിയ സ്റ്റോൺ കിട്ടും, ചെറിയ പുള്ളക്കല്ലൊക്കെ കിട്ടും. നമ്മുടെ ഫ്ലാറ്റിലും വീടുകളിലൊക്കെ വയ്ക്കാൻ പറ്റുന്ന ചെറിയ കല്ല് കിട്ടും. അതിനകത്ത് ഇതുപോലെ ചെയ്തെടുത്താൽ മതി. ഇനി ഇത് ചേർത്തിട്ട് വേണം നമുക്ക് ആ ഉണക്ക ചെമ്മീൻ തോരൻ ഉണ്ടാക്കാനായിട്ട്. അതിനെല്ലാം വടിച്ചെടുക്കുക, എന്നിട്ട് നമുക്ക് തോരൻ ഉണ്ടാക്കാം. ഇപ്പം നമുക്ക് ചെമ്മീൻ തോരൻ ഉണ്ടാക്കാനായിട്ട് വെളിച്ചെണ്ണ 1 ടേബിൾ സ്പൂൺ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് ആ ചതച്ച ചുവന്നുള്ളിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും കൂടെ നന്നായിട്ടൊന്ന് മൂപ്പിക്കണം. ഒരു നല്ല ബ്രൗൺ ആവുന്ന വരെ ഇതിനെ മൂപ്പിച്ച് എടുക്കാം. അപ്പോൾ അത് ഒരുമാതിരി ബ്രൗൺ ആയിട്ടുണ്ട്. അതിനകത്തോട്ട് ചതച്ച മുളക് പൊടി, ഇതെല്ലാം വീട്ടിൽ തന്നെ പൊടിച്ച് ചതച്ചെടുത്ത മുളകാണ്. അതും ഒന്ന് മൂത്ത് കഴിയുമ്പോൾ നമുക്ക് ആ വെന്ത ചെമ്മീൻ, തേങ്ങയൊക്കെ ചേർത്ത് വേവിച്ച ചെമ്മീൻ ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് ഉലർത്തി അങ്ങ് എടുത്താൽ മതി. അപ്പോഴേക്കും നമ്മുടെ ചെമ്മീൻ തോരൻ, ഉണക്ക ചെമ്മീൻ തോരൻ റെഡിയാകും. അപ്പം അമ്മ ആ ഉണക്ക ചെമ്മീൻ നമ്മൾ വേവിച്ചതെല്ലാം ഇതിനകത്തോട്ട് ആഡ് ചെയ്യുവാണ്. അപ്പോൾ തീ ഒന്ന് മീഡിയത്തിലാക്കുക. അതൊക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ആ കുടംപുള്ളിയും എല്ലാം കൂടെ നല്ല ടേസ്റ്റ് ആയിരിക്കും. തേങ്ങയും കുടംപുള്ളിയും പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ ചതച്ച വെളുത്തുള്ളി, ചുമന്നുള്ളി, കറിവേപ്പില എല്ലാം കൂടെ വരുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനിയിപ്പോൾ വേറൊന്നുമില്ല, ഇതിനെ നന്നായിട്ട് മിക്സ് ചെയ്യുക. ഒരു ചെറിയ തീയിലിട്ടിട്ട് ഒരു 2-3 മിനിറ്റ് ഒന്ന് നമ്മൾ സാധാരണ തോരൻ ഉണ്ടാക്കുന്ന പോലെ ഉണ്ടാക്കിയെടുത്താൽ മതി. ഇത് ഞാൻ സെർവ് ചെയ്യുന്നത് എന്നിട്ട് കാണിച്ചു തരാം.